നീ കാരണം നമ്മൾ ശ്വാസം കിട്ടാതെ ഗ്രൗണ്ടിൽ വീണ് കിടക്കായിരുന്നു. ഇത് കൊടുത്തു വിടണം നിനക്ക് അറിഞ്ഞൂടാടി. അത് ഞാനത് നിനക്ക് എപ്പോഴും നിന്റെ കാര്യം നിന്റെ ജോലി. അവളെ സ്കൂളിൽ നിന്ന് വിളിച്ചപ്പോഴേ നിനക്ക് ആ ഫോൺ എടുത്തുവിടായിരുന്ന? അരുണ ഞാനതൊരു മീറ്റിംഗിലായിരുന്നു, പിന്നെ തിരിച്ച് ന്യായീകരണം എനിക്ക് കേൾക്കണ്ട. ഇങ്ങനെയാണ് നീ പിള്ളേരെ നോക്കണമെങ്കിലേ എന്ത് വിശ്വസിച്ച് ഞാൻ അവരെ നിന്റെ അടുത്ത് ഏൽപ്പിച്ചിട്ട് അങ്ങ് പോകും. ഈ പറയുന്ന നിങ്ങൾ ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? ഇവർക്ക് വയ്യാതെ വരുമ്പോ നോക്കുന്ന ഞാനല്ലേ. ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇവർക്ക് വേണ്ടി ലീവ് എടുത്തിട്ടുണ്ടോ? ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ടോ? എടി നിനക്ക് നാണം ഉണ്ടാടി ഇങ്ങനെ സ്വന്തം നിന്റെ വീട് ന്യായീകരിച്ചോണ്ടിരിക്കാൻ. ശരി, നാളെ തൊട്ട് നിങ്ങൾ തന്നെ ഈ പിള്ളേരുടെ കാര്യങ്ങൾ അങ്ങ് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര ദിവസം ഇൻഹേലർ കറക്റ്റ് ആയിട്ട് കൊണ്ടുപോകുന്ന അറിയാലോ. നിന്റെ കഴിവില്ലാമ എന്നെ മണ്ട വെച്ച് കെട്ടാൻ നോക്കണം. ചുമ്മാ എന്താണ് എന്നെ കിട്ടായിരുന്നത്? നിനക്ക് പിള്ളേരെ നോക്കാൻ കഴിവില്ല, നീ അതങ്ങ് പറഞ്ഞാൽ മതി. ഇത് ഞാൻ എടുത്തു വെച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എടുത്ത് വെക്കായിരുന്നല്ലോ ഇൻഹേലർ. നിനക്ക് എന്താ പറഞ്ഞ പണി? ഒരു പോയിന്റ് കഴിഞ്ഞപ്പോൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളത് എനിക്ക് തന്നെ മനസ്സിലായി. പക്ഷെ ഡിവോഴ്സ് എന്ന് പറഞ്ഞ ഡിസിഷനിലോട്ട് എത്തുക എന്നുള്ളത് എനിക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ലായിരുന്നു. പാരൻസിൻ്റെയും സൊസൈറ്റിയുടെയും ഫ്രണ്ട്സിൻ്റെയൊക്കെ മുമ്പിൽ ഒറ്റപ്പെടുവോ, ഒരു ഫെയിലിയർ ആവോ എന്നുള്ള പേടിയായിരുന്നു.